CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഇരിഞ്ഞാലക്കുട സ്വദേശി അങ്കിതാണ് കൊല്ലപ്പെട്ടത്. അന്തേവാസിയായ 15-കാരനാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ശക്തമായ കാറ്റിലും തിരയിലും വിട്ട് മത്സ്യബന്ധന വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുനക്കടവ് കോസ്റ്റൽ പോലീസ് വള്ളം കരക്കെത്തിച്ചു. പ്രസിദ്ധമായ പാർക്കാടി പൂരം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മണത്തല ഗവൺമെന്റ് സ്കൂളിനോട് നഗരസഭയും MLAയും അവഗണന പുലർത്തുന്നുവെന്നാരോപിച്ച് UDF ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി സ്വകാര്യ വ്യക്തി കുന്നംകുളം നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് ഹൈക്കോടതി തള്ളി. മതിയായ തെളിവില്ലാത്തതിനാൽ പുറമ്പോക്ക് ഭൂമിയായി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി. കടവല്ലൂർ കരിക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് തുടങ്ങി. 40 ഏക്കർ പാടശേഖരത്തിൽ 120 ദിവസം മൂപ്പുള്ള ഉമവിത്താണ് കൃഷിക്കായി ഇറക്കിയിരിക്കുന്നത്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി RLV രാമകൃഷ്ണൻ ചുമതലയേറ്റു. ആദ്യമായാണ് കലാമണ്ഡലത്തിൽ നൃത്തം പഠിപ്പിക്കാൻ ഒരു പുരുഷനെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി കാലുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഉമിക്കുന്ന് കുന്നത്തേരി സബ് റോഡിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മരം വീണത്. ഉദ്ഘാടനത്തിനൊരുങ്ങിയ കരിക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫർണിച്ചറുകൾ സമ്മാനിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിലെ കർമ്മല മാധവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 22, 23, 24, 25 തീയതികളിലായാണ് സംയുക്ത തിരുനാൾ ആഘോഷം. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ ശതാബ്ദിയുടെ ഭാഗമായി നവീകരിച്ച താഴികക്കുടത്തിന്റെ വെഞ്ചിരിപ്പും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. വൈകിട്ട് ഫാദർ ജെയ്സൺ കൂനംബ്ലാക്കൽ കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷമാണ് വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചറെത്തി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികൾക്ക് പഠനം ആധുനിക രീതിയിൽ ഉല്ലാസവും ആയാസകരവുമാക്കുകയെന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടമന നാരായണൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും കലാപ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഞമനേങ്ങാട് കോടമന നാരായണൻ നായർ സ്മാരക മന്ദിരത്തിൽ NK മണി പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. ടെൽക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത ഫാമിലി കൗൺസിലർ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ക്ലാസ് നയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എളവള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. അതോടൊപ്പം അന്തേവാസികൾക്കുള്ള വസ്ത്രവിതരണവും സ്നേഹവിരുന്നും നടന്നു. പുന്നയൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 വികസന സെമിനാർ നടത്തി. വ്യാഴാഴ്ച കാലത്ത് അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടത്തിയ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റായി വർഷ മണികണ്ഠനെ തിരഞ്ഞെടുത്തു. ദയനാഥൻ മാമ്പുള്ളി വരണാധികാരിയായിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർണർ PTA സംഘടിപ്പിച്ചു. ചിറക്കൽ IHDP സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച PTA പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം തലക്കോട്ടുകര K സിന്ധുരാജ് എഴുതിയ സത്യൻ മുതൽ നയൻതാര വരെ എന്ന കൃതിക്ക് ലഭിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകേതര ജീവനക്കാർക്കായി എക്സ്പ്രഷൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1 മാസത്തോളമായി ഇംഗ്ലീഷ് പ്രാവീണ്യ പരിശീലനം സംഘടിപ്പിച്ചത്. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷൻ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് വാർഡ് മെമ്പർ അനിത ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.